ഹലോ. ആദ്യം തന്നെ ഞാൻ എൻ്റെ അടുക്കള കാണിക്കാവേ. എനിക്ക് നല്ല പനി പിടിച്ചു കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. രാവിലെ തൊട്ടുള്ള പാത്രങ്ങളൊക്കെ എൻ്റെ വാഷ് ബേസിൽ ഇങ്ങനെ കിടക്കുകയാണ്. അടുക്കളയിൽ മൊത്തം പാത്രം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ഞാനും കുഞ്ഞുങ്ങളും ബ്രെഡാണ് കേട്ടോ കഴിച്ചത്. ബ്രെഡ് റോസ്റ്റാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ മൊത്തം എല്ലാം തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകിയൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ 8 മണിയായപ്പോൾ നമ്മുടെ റേഷനം വന്നു. റേഷന് ചിക്കൻ മേടിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് ചിക്കൻ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെയാണ് കേട്ടോ ഈ ചിക്കൻ. അപ്പോൾ അത് ഏതാണ്ട് എത്രയോ 60 രൂപ 70 രൂപയെങ്ങാണ്ട്, ഇത്ര 500 ഗ്രാമോ അങ്ങനെ എന്തോ അത്രയും കണ്ടാണ് കേട്ടോ. ഞാൻ റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ അണ്ണൻ അവിടെ ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് ഞാനിവിടെ സബോള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ഇതുപോലെ കൈ കൊണ്ടാണ് കേട്ടോ അരിഞ്ഞത്. അപ്പോൾ നമ്മുടെ റേഷൻ വന്ന് വഴക്ക് പറഞ്ഞു, കൈ കൊണ്ട് ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ കൈയൊക്കെ മുറിയത്തില്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ കട്ടിംഗ് ബോർഡ് എടുത്ത് അങ്ങനെ അരിയാണ്. നമ്മുടെ പൊന്നുകുട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. അപ്പോൾ എനിക്ക് നല്ല പനി എന്ന് വെച്ചാൽ നല്ല പനി കേട്ടോ, ഒരു രക്ഷയില്ല. മൂക്കടപ്പുണ്ട്, ടോൺസിലൈറ്റീസ് ഉണ്ട്. എനിക്ക് ടോൺസിലൈറ്റീസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് നല്ലപോലെ തൊണ്ട ഇങ്ങനെ പഴുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കൊരു പ്രശ്നമുണ്ട്. കുഞ്ഞുകുട്ടിക്കും ചെറിയ ഒരു തൊണ്ടവേദനയും മൂക്കടപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു. മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. നമുക്കിവിടെ അടുത്തറിയാവുന്നൊരു മെഡിക്കൽ സ്റ്റോറിൽ ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് മരുന്നൊക്കെ തന്ന് അങ്ങനെ വയ്യ. ഇപ്പം നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇത് രാത്രിയിലെടുത്ത വീഡിയോ ആണ്. ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് ഇത് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ചോദിക്കും വയ്യെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നതെന്ന്. ഇത് നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു പ്രൊഫഷൻ പോലെയാണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത്. എത്ര വയ്യെങ്കിലും സുഖ ദുഃഖ കാര്യങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇടുന്നതാണ്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് ഇപ്പോൾ വരുമാനമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയാണ്, നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ള വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടും ഞാൻ എടുത്തു പറയുന്നില്ല ആരെയും കേട്ടോ, ഒരുപാട് പേരുണ്ട് കേട്ടോ. അങ്ങനെ എന്തുണ്ട് വിശേഷം, എന്താ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ഒന്നും ഇടാത്തെ, ഞാൻ കാണാറുണ്ട്. ചില ആളുകളോട് നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പറയും അയ്യോ എനിക്ക് സമയമില്ല എന്ന് പറയും. ഞാനിപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാറില്ല കേട്ടോ. കാരണം നമ്മളെ ഇഷ്ടമുള്ള വ്യക്തികൾ കാണാറുണ്ട്, കണ്ടിട്ട് അതിൻ്റെ മറുപടി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയാറുമുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ. ചില ആളുകൾ പറയുമോ നിൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കാണുന്നു, എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എല്ലാവരോടും സന്തോഷം, സ്നേഹം മാത്രമേ ഉള്ളൂ. കാണുന്നവർ കാണുക, കാണാത്തവർ കാണണ്ട. ഇഷ്ടമുള്ള വ്യക്തികൾ കാണുന്നുണ്ട്, അത് മതി നമുക്ക്. അപ്പോൾ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ഡൗൺ ആയിട്ടുള്ള വ്യൂ അല്ല, എന്നാൽ വ്യൂ ഉണ്ട്, ആയി വരും. നമ്മൾ അത്ര വലിയ യൂട്യൂബറും കാര്യമൊന്നും അല്ല, നമ്മൾ സ്റ്റാർട്ടിങ് ആണ്. അപ്പം എല്ലാ മനുഷ്യർക്കും സ്റ്റാർട്ടിങ്ങിന് അങ്ങനെ ആയിരിക്കും. അല്ല പിന്നെ നമ്മൾ വല്ല സെലിബ്രിറ്റി ആയിരിക്കണം. നമ്മൾ സെലിബ്രിറ്റി അല്ല, നമ്മൾ സാധാരണ വീട്ടിലെ സുഖദുഃഖ കാര്യങ്ങളും സന്തോഷങ്ങളും പിന്നെ വീട്ടിലെ എന്തെങ്കിലും വിശേഷങ്ങളും ഒക്കെ കാണിക്കുന്ന, പുറത്തൊക്കെ പോകുന്നതൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ ദേ ഇവിടെ ചിക്കൻ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ് കേട്ടോ, അതാണ് ഞാൻ ജനൽ കാണിക്കുന്നത്. അപ്പോൾ രാജേഷൻ എന്തൊക്കെയൊക്കെയോ ഏലക്കായൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വയ്യാതൊക്കെ വരുമ്പോൾ നമ്മുടെ ഭർത്താവ് ഇതുപോലെയൊക്കെ ചെയ്തു തരിക എന്ന് പറയുന്നതിനൊരു വലിയ അനുഗ്രഹമാണ്. ഉച്ചയ്ക്ക് ഞാൻ ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കേട്ടോ, അങ്ങനെയാണ് കഴിച്ചത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പനി വരുമ്പോൾ കഞ്ഞിയും പയറും കണ്ടെടുത്താൽ കണ്ടൂടാ കേട്ടോ. എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കണേ. സാധാരണ പനിയൊന്നും ഇല്ലാത്ത സാധാരണ ദിവസങ്ങളിലൊക്കെ രാജേഷൻ്റെ ഓഫീസിൽ പോയി കുഞ്ഞുങ്ങൾ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മുടക്കത്തില്ല. എന്താണെങ്കിലും 3 or 4 ഒക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഞാനൊന്നും കഴിക്കത്തില്ലേ, ഉച്ചയ്ക്ക് ചോറ് പോലും ഞാൻ കഴിക്കത്തില്ല. ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി നേരം കിടക്കുവേ, അങ്ങനെയാണ്, റെസ്റ്റ് എടുക്കും കുറച്ച് നേരം. അപ്പോഴത്തേക്ക് പൊന്നുകുട്ടി വരും, കണ്ണൻകുട്ടൻ വരും, പിന്നെ ചായ കുടിക്കും, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. രാത്രിയിലും ഭക്ഷണം കഴിക്കും, എന്തെങ്കിലും ചപ്പാത്തിയോ ഗോതമ്പ് ദോശയൊക്കെ, ഗോതമ്പ് പുട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഉച്ചയ്ക്ക് ഞാൻ മിക്കവാറും ചോറ് അങ്ങനെ കഴിക്കാറില്ല. ചില ദിവസങ്ങളിലൊക്കെ ചോറ് കഴിക്കത്തുള്ളൂ.
അപ്പോൾ എനിക്ക് പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 3 നേരം അല്ല 4 നേരം ഞാൻ ഭക്ഷണം കഴിക്കും. എനിക്ക് പനി വന്നാൽ ഭയങ്കര വിശപ്പാണ്. സാധാരണ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പനി വന്നാൽ വിശപ്പില്ല, ആഹാരം ഒന്നും വേണ്ടാന്ന്. പക്ഷേ ഞാൻ എങ്ങനെയും പനി വന്നാൽ ഞാൻ ആഹാരം കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത്. അപ്പോൾ അവിടെ പൊന്നുകുട്ടിയും വന്നു, വയറ് ബാക്കിയോ എന്ന് പറയട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഷോർട്സ് ഇട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ഷോർട്സും ഇട്ടായിരുന്നു. നമ്മുടെ പൊന്നുകുട്ടി ഞാനും കൂടെ ഷെയർ ചെയ്താണ് കഴിച്ചത്. പൊന്നുകുട്ടി സാധാരണ 3:30 ആകുമ്പോഴാണ് വരുന്നത്. പൊന്നുകുട്ടിയുടെ സ്കൂളിൽ നിന്ന് പൊന്നുകുട്ടിക്ക് ചോറ് കിട്ടാറുണ്ട്. പക്ഷെ അതെന്തോ ഓട്ടോ ചേട്ടൻ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ പൊന്നുകുട്ടി ഞാനും കൂടെ ഫ്രൈഡ് റൈസ് കഴിച്ചു. ഉച്ചയ്ക്ക് ഓർഡർ ചെയ്ത് രാത്രിയായപ്പോൾ നമ്മുടെ രാജേഷന് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. രാജേഷന് അറിയാം പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കണം കേട്ടോ. എൻ്റെ മൂക്ക് നന്നായിട്ട് അടഞ്ഞിരിപ്പോണ്ട് ക്ലിയർ ആകുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല കേട്ടോ. മൂക്കടഞ്ഞിരിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ വയ്യാതിരിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ, എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. പക്ഷേ ഇതൊക്കെ നമുക്ക് ജീവിതത്തിലൊരു സന്തോഷമാണ്. അപ്പോൾ ഈ കുരുമുളക് കാണിക്കുന്നില്ലേ, ഈ കുരുമുളക് നമുക്ക് അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് കേട്ടോ. അവരുടെ വീട്ടിൽ കുരുമുളക് ഇങ്ങനെ പിടിച്ച് കിടന്നായിരുന്നു. അപ്പോൾ മരം വെട്ടിയപ്പോൾ അത് മുഴുവനും താഴെ വീണ് പോയി. അപ്പോൾ ആ ചേച്ചി അത് കഴുകി ഉണക്കി പൊടിച്ച് എനിക്ക് തന്നായിരുന്നു കേട്ടോ. അതാണ് ആ കുരുമുളക് ഞാൻ കാണിച്ചത്. അങ്ങനെ അവിടെ ചിക്കൻ കറിയായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ രാജേഷനും ചപ്പാത്തിയൊക്കെ പരത്തി തന്നു. ചിക്കൻ കറി വെച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? നമുക്ക് ഒന്നെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും പനി വരുമ്പോൾ. ഇതുപോലെ പ്രോട്ടീനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിയുമ്പം ഒരു ശരീരത്തിനൊരു സുഖം കിട്ടും. പിന്നെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഒക്കെ നമുക്ക് ഈ ചിക്കൻ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം. കാരണം എനിക്ക് അടുക്കളയിൽ നിന്ന് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഭയങ്കര തലവേദനയും മൂക്കടപ്പ് തൊണ്ടവേദന എല്ലാത്തരം ക്ഷീണങ്ങളും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നല്ല അടിപൊളി ബോഡി പെയിനും ഉണ്ട്. എവിടെ നിന്ന് വന്നതാണോ ഈ പനി. പിന്നെ എല്ലാ കൂട്ടുകാരും സൂക്ഷിക്കുക. കൊറോണ ചേട്ടൻ്റെ അമ്മാവനോ അമ്മായിയോ ഏതാണ്ടൊക്കെ വകഭേദങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കൊറോണ ചേട്ടൻ പിന്നെയും നമ്മുടെ കേരളത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സൂക്ഷിക്കണം. എനിക്ക് വന്നിരിക്കുന്ന കൊറോണയാണോ എന്തോ എനിക്കറിയത്തില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പം കുറവായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആവിയൊക്കെ പിടിച്ച് അങ്ങ് കുറവായി വരുന്നുണ്ട്. മൂക്കടഞ്ഞിരിക്കുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അങ്ങനെ ഞാൻ ആവിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവി പിടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എൻ്റെ മൂത്ത സന്താനമായി എൻ്റെ പൊന്നുകുട്ടി കളിയാക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ ഞാൻ ആവിയൊക്കെ പിടിച്ച് ഇരിക്കുകയാണ്. പനിക്ക് ചെറിയ കുറവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ബൈ.